അനിശ്ചിതത്വങ്ങൾക്ക് നടുവിൽ ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ തറക്കല്ലിടൽ അടുത്ത മാസം. മുഖ്യമന്ത്രി അധ്യക്ഷനായ വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ പദ്ധതിക്ക് അനുമതി ലഭിക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. സംസ്ഥാന അനുമതിക്ക് പുറമെ കേന്ദ്ര അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ പ്രധാനമായും രണ്ട് കടമ്പയാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഒന്ന്, ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലുള്ള വന്യജീവി ബോർഡ് പദ്ധതിക്ക് അനുമതി നൽകുക, തുടർന്ന് കേന്ദ്ര അനുമതി ലഭിക്കുക. കഴിഞ്ഞ 2 തവണ വന്യജീവി ബോർഡ് യോഗം ചേർന്നപ്പോഴും റോപ്പ് വേ വിഷയം അജണ്ടയിലുണ്ടായിരുന്നു. പക്ഷേ പരിഗണിച്ചില്ല. കാരണമെന്തെന്ന് വ്യക്തവുമല്ല. ഇനി എല്ലാ പ്രതീക്ഷയും ബുധനാഴ്ച ചേരുന്ന യോഗത്തിലാണ്. നിലവിലത് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയുടെ സാങ്കേതികമായ വിഷയം മാത്രമാണ്. ഒരു വെൽഫെയർ ബോർഡ് ആ ബോർഡിലൊന്ന് പാസ്സാക്കി കേന്ദ്രത്തിലേക്ക് വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് കൈമാറണം. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എന്തായാലും അടുത്ത മാസത്തോടുകൂടി തന്നെ നമുക്ക് തറക്കല്ലിടാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മാർച്ചോടുകൂടി റോപ്പ് വേ പദ്ധതി തറക്കല്ലിടുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ അതിന് ഇടയിലാണ് വന്യജീവി ബോർഡ് അനുമതി വൈകിപ്പിച്ചത്. അനുമതി ലഭിച്ചാൽ മഴക്കാലവും മണ്ഡലകാലവും ഒഴികെ 24 മാസം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്നാണ് കരുതുന്നത്. ജനം, കൊച്ചി.